ജ്യോതിശാസ്ത്രത്തിൽ ഗണം എന്നത് ഓരോ നക്ഷത്രത്തെയും 3 വിഭാഗങ്ങളിലായി തിരിക്കുന്ന ഒരു രീതിയാണ്. ഈ ഗണങ്ങളാണ് ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. ഇതിൽ ദേവഗണം എന്നത് ദൈവീക സ്വഭാവമുള്ള ഗണമാണ്. ദേവഗണത്തിൽ പെടുന്നവരിൽ സാധാരണയായി സൗമ്യ സ്വഭാവമുണ്ടാകും. ശാന്തതയും സാന്ത്വനപരമായ സ്വഭാവമായിരിക്കും ഇവരുടേത്. സംഘടനാത്മകത, സമാധാനപൂർണമായ പെരുമാറ്റം എന്നിവയുണ്ടാകും. ദയയും കാരുണ്യവും ഉണ്ടാകും. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്നു. സഹജീവികളോടുള്ള കാരുണ്യവും ദയയും ഇവർക്കുണ്ടാകും. ആത്മീയതയിൽ ആധിക്യമുണ്ടാകും. ദൈവവിശ്വാസം, ധാർമ്മികതയുള്ള സമീപനം എന്നിവയുണ്ടാകും. ആത്മീയതയിൽ താല്പര്യമുണ്ടാകും. സാമൂഹ്യ സ്നേഹവും സുഹൃത്ത് ബന്ധവും ഉണ്ടാകും. സഹജീവിതത്തിൽ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ചേർന്നിടപെടാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ഇവർക്ക് സംവേദനക്ഷമതയുണ്ടാകും. മറ്റുള്ളവരുടെ ഭാവങ്ങൾ മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിവുള്ളവരാകും ഇവർ. മനസ്സിലാക്കാനുള്ള കഴിവുകൾ കൂടുതലായിരിക്കും. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളും അവയുടെ സ്വഭാവ സവിശേഷതകളും ഈ വീഡിയോയിൽ നോക്കാം. അശ്വതി. സഹജമായ ശാന്തതയും സൗമ്യതയും ഇവർക്കുണ്ടാകും. ദേവഗണത്തിൽ പെടുന്നതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതർ ശാന്തരും സൗമ്യരുമായി കാണപ്പെടുന്നു. മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായി പെരുമാറുന്നവരായിരിക്കും. ആത്മീയതയിലേക്കുള്ള ആകർഷണമുണ്ടാകും. ദൈവവിശ്വാസം ശക്തമായിരിക്കും. താന്ത്രിക വിദ്യകളോ യോഗധ്യാനങ്ങളോ അതിരുകടക്കാതെ ദൈവത്തോടുള്ള ആരാധന മുഖ്യമായി ഇവരിൽ കാണുന്നു. ചിലപ്പോൾ ഇവരെ ദൈവം അനുഗ്രഹിച്ച ജാതകനായി പോലും കാണാനാകും. സംവേദനക്ഷമതയും മാനസിക ബലവും ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അനുഭവപൂർവ്വം പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയുന്നു. ആന്തരികമായ മനസ്സിന് ശക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അനുദിനം മനസ്സിലേക്കുള്ള നിയന്ത്രണം വെച്ച് പുലർത്തുന്നു. സേവന മനോഭാവം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടാകും. ജോലിയെക്കാളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻഗണന നൽകുന്നു. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാകും. സത്യം, നീതി, മതനിഷ്ഠ എന്നിവയിൽ അടിയുറച്ച നിലപാടുണ്ടാകും. മോശം വഴികളിൽ ചേരാൻ തയ്യാറാകാത്ത വ്യക്തിത്വമുണ്ടാകും. സഹജമായ തുറന്ന മനസ്സുണ്ടാകും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നതായി കാണാം. മനസ്സിന്റെ ദൈവത്വം മുഖം കൊണ്ട് തന്നെ പ്രകടമാകുന്നു. സേവന മേഖലകളും ആത്മീയ മേഖലയും കലാരംഗവും ഇവർക്ക് അനുയോജ്യമാണ്. നക്ഷത്രം അശ്വതിയാണെന്നതും അതിന്റെ ഗണം ദൈവഗണമാണ് എന്നുള്ളതുകൊണ്ടും ഒരാൾക്ക് സ്വഭാവപരമായ ദൈവീകതയും നല്ല മനസ്സും മുന്നോട്ട് വയ്ക്കുന്നതായി ജ്യോതിഷം പറയുന്നു. ഇത്രയൊക്കെയാണെങ്കിലും ചെറിയൊരു അഹങ്കാരത്തിന്റെ കണിക ഇവരിൽ എപ്പോഴും അവശേഷിക്കുകയും ചെയ്യുന്നു. മകയിരം. മകയിരം നക്ഷത്രം ഒരു ദൈവഗണ നക്ഷത്രമാണ്. ഈ നക്ഷത്രം ദൈവഗണത്തിൽ പെടുന്നു എന്നതുകൊണ്ട് ജന്മജാതകനെ ദൈവിക സ്വഭാവമുള്ളവരായി പ്രതിനിധീകരിക്കുന്നു. ദയയും കാരുണ്യവുമുള്ള മനസ്സുണ്ടാകും. മകയിരം നക്ഷത്രക്കാർ സഹജമായ സ്നേഹവും കരുണയും കാണിക്കുന്നവരാണ്. ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കും. അറിവിനും അന്വേഷണത്തിനും ഇവർ പ്രാധാന്യം നൽകുന്നു. മകയിരം നക്ഷത്രം അന്വേഷണ സ്വഭാവമുള്ള നക്ഷത്രമാണ്. ഈ ഗുണം ദേവഗണ സ്വഭാവത്തിൽ സംയോജിക്കുമ്പോൾ ജാതകർക്ക് അധ്യയനത്തിനും ജ്ഞാനശേഷിക്കും താല്പര്യം കാണിക്കുന്നു. വിഷയം ആഴത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ആത്മീയത, സംസ്കാരം, വിദ്യ എന്നിവയിൽ മികച്ച പ്രകടനം ഇവർ കാഴ്ചവെക്കുന്നു. തീവ്രമായ ധാർമ്മികതയുണ്ടാകും. സത്യം, നീതി, മാനവസ്നേഹം, നിലപാടുള്ള വ്യക്തിത്വം എന്നിവയുണ്ടാകും. സ്വന്തം മൂല്യങ്ങളെ ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകാറില്ല. ആന്തരിക ശാന്തിയും ആത്മവിശ്വാസവും ഉണ്ടാകും. ദേവഗണ സ്വഭാവമുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ആന്തരികമായ ബലവും കാണാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നു. ചിന്താശീലതയും വ്യക്തിത്വവും ഉണ്ടാകും. സംസാരത്തിലും ചിന്തയിലും വ്യക്തതയുണ്ടാകും. തർക്കങ്ങളെ പിന്തള്ളിക്കൊണ്ട് വിശകലന ശേഷി ഉപയോഗിച്ച് കാര്യങ്ങളെ സമീപിക്കുന്നു. സൗന്ദര്യബോധവും സങ്കല്പ ശക്തിയും ഉണ്ടാകും. മകയിരം നക്ഷത്രക്കാർക്ക് സൗന്ദര്യത്തോടും കലയോടും ആകർഷണീയതയുണ്ടാകും. ദൈവികതയും കലാപരമായ ചിന്തയും ചേർന്ന ജാതകരായിരിക്കും ഇവർ. സൃഷ്ടിപരതയിലുള്ള കഴിവുകൾ ഉണ്ടാകും. മകയിരം നക്ഷത്രക്കാർക്ക് പഠനമേഖല, അധ്യാപനം, കലയുമായി ബന്ധപ്പെട്ട മേഖലകൾ, സാഹിത്യവും ഭാഷയും തുടങ്ങിയ മേഖലകളും ഇവർക്ക് അനുയോജ്യമായതാണ്. പുണർദം നക്ഷത്രവും ദേവഗണത്തിൽപ്പെടുന്നു. ഈ നക്ഷത്രം ആത്മീയതയും ആത്മസംയമനവും നിറഞ്ഞ ദൈവിക സ്വഭാവമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്. സമാധാനപരവും സന്തുലിതയുമുള്ള മനസ്സായിരിക്കും. പുണർദം നക്ഷത്രക്കാർ സത്യസന്ധരും സമവായക്കാരുമാണെന്ന് പറയപ്പെടുന്നു. ഗൃഹാതുരതയും താളം തെറ്റിയ ജീവിതശൈലിയും ഇവരിൽ കാണാനാകും. എന്നാൽ ദേവഗണത്തിൽ പെട്ടതായതിനാൽ ഇവരുടെ മനസ്സിന്റെ ശാന്തതയും മാനസിക സമത്വവും ഉയർന്ന രീതിയിൽ കാണപ്പെടുന്നു. ആത്മീയബോധം ശക്തമാണ്. ദൈവം, ധർമ്മം, ആത്മാവ് എന്നീ ആശയങ്ങളിൽ ദൈനംദിനമായി ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. ആത്മീയതയിലേക്കുള്ള ആകർഷണവും ധ്യാനവും മതപഠനവും ഇവർ നടത്തുന്നു. ദയയും പരിഗ്രഹവും ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്കൊരു ഹൃദയമുണ്ടാകും. സഹജീവികളോടും കുടുംബക്കാരോടും അടുപ്പമുള്ളവരോടും കാരുണ്യപൂർവ്വമായി പെരുമാറുന്നു. കുടുംബമൂല്യങ്ങൾക്ക് ഉയർന്ന മുൻഗണന നൽകുന്നു. കുടുംബം, ബന്ധുക്കൾ, ആശയപരമായ അനുരാഗം എന്നിവയിൽ ശക്തമായി വിശ്വസിക്കുന്നു. മനസ്സിൽ സ്ഥിരതയുള്ള കൂട്ടായ്മ പ്രിയരാണ്. പഠനവൃത്തി, ജ്ഞാനാന്വേഷണം എന്നിവയുണ്ടാകും. ദേവഗണത്തിന്റെ ദൈവിക ചിന്തകളും പുണർദത്തിന്റെ ആഴത്തിലുള്ള ബുദ്ധിമുട്ടുകളും ചേർന്ന് ഇവരിൽ പഠനോത്സുകതയും അന്വേഷണവും ഒരേ രീതിയിൽ കാണപ്പെടുന്നു. പുസ്തകങ്ങൾ, ആത്മീയത, സംവേദനപൂർണമായ പഠനങ്ങൾ എന്നിവയിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും. പുനർജീവന ശക്തി ഉണ്ടാകും. പുണർദം നക്ഷത്രം എന്നതിന് പുനർജന്മം എന്ന അർത്ഥം കൂടിയുണ്ട്. അതായത് പുനരാരംഭം എന്ന്. ജീവിതത്തിലെ തോൽവികൾ അതിജീവിക്കാനുള്ള മനോശക്തിയും ആത്മവിശ്വാസവും ഇവർക്കുണ്ടാകും. അതിനാൽ തന്നെ ജീവിതത്തിലെ തോൽവികൾ അതിജീവിക്കാനുള്ള മനോശക്തിയും ആത്മവിശ്വാസവും ഇവർക്കുണ്ടാകും. ആത്മീയ മേഖല, സാംസ്കാരിക മേഖല, സേവന മേഖല, വിദ്യാഭ്യാസ മേഖല എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ്.
പൂയം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ഇത് കർക്കടക രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയതയും ധാർമ്മികതയും ഇവരിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്നു. ആത്മീയതയോടുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ടാകും. ദേവഗണത്തിൽപ്പെട്ടതായതുകൊണ്ടും ബൃഹസ്പതിയെ ദേവതയായി കണക്കാക്കുന്നതുകൊണ്ടും പൂയം നക്ഷത്രക്കാർക്ക് ദൈവവിശ്വാസവും ആത്മീയതയിലേക്കുള്ള ആകർഷണവും ശക്തമായിരിക്കും. തത്വചിന്തയിലൂടെയും യോഗധ്യാനത്തിലൂടെയും ആത്മീയത പ്രകടമാക്കുകയും ചെയ്യുന്നു. പരോപകാരവും സേവന മനോഭാവവും ഇവർക്കുണ്ടാകും. പൂയം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടാകും. സമൂഹത്തിൽ നല്ലത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണിവർ. ദയയും കാരുണ്യവും നിറഞ്ഞ ഹൃദയമുള്ളവരായിരിക്കും. ആത്മസംയമനം, ശാന്തമായ സ്വഭാവം എന്നിവയുണ്ടാകും. ദൈവഗണത്തിൽപ്പെട്ടതിനാൽ ഇവരിൽ ശാന്തതയും സഹനശക്തിയും കൂടുതലായിരിക്കും. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സമത്വം നിലനിർത്താൻ കഴിവുള്ളവരാണിവർ. വിശ്വാസവും വിശ്വസ്തതയും സത്വപരതയും ഇവർക്ക് ഉയർന്ന തോതിലുണ്ടാകും. സത്യസന്ധതയും സദാചാരവും ജീവിതത്തിൽ കെട്ടിപ്പിടിക്കുന്നവരാണിവർ. മറ്റുള്ളവർക്ക് മാതൃകയായി നിലകൊള്ളുന്ന രീതിയിൽ പലരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മാനസിക ബലം, ഗുരുത്വബോധം എന്നിവയുണ്ടാകും. ബൃഹസ്പതി ദേവതയായതിനാൽ ജ്ഞാനബലം, ബുദ്ധിശക്തി, ആധുനികമായ നേതൃത്വശേഷി എന്നിവയുണ്ടാകും. ഗുരു പോലെ മറ്റാളുകളെ വഴികാട്ടാൻ ശ്രമിക്കുന്നവരായിരിക്കും. കുടുംബസ്നേഹമുള്ളവരായിരിക്കും. മാതൃകാപരമായ കുടുംബജീവിതവും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹബന്ധവും ഇവർക്കധികമായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യത്തിലും മുൻഗണന നൽകുന്നു. ആത്മീയരംഗം, വിദ്യാഭ്യാസം, ചികിത്സാ സേവനം, ധ്യാനയോഗം എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമായ മേഖലകളായി പറയുന്നു. അത്തം നക്ഷത്രം ഒരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രം ദേവഗണ സ്വഭാവങ്ങളോടൊപ്പം ആധികാരികതയും ധാർമ്മികതയും ശക്തമായി ഇവരിൽ കാണപ്പെടുന്നു. ഔചിത്യബോധവും ആത്മവിശ്വാസവും ഉണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായുള്ള ആത്മവിശ്വാസവും ആധികാരികതയും വലിയ പ്രത്യേകതയാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇത് പ്രകടമാകുന്നു. ധാർമ്മികതയും സത്യനിഷ്ഠയും ഉണ്ടാകും. ദേവഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാർ മാനവികത്വം, സത്യം, നീതിനിഷ്ഠ എന്നീ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. പക്വതയോടെ ശരിയായി തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിയുന്നു. സഹജമായ ആത്മീയതയുണ്ടാകും. ദൈവത്തോടുള്ള വിശ്വാസവും ആചാരങ്ങളോടുള്ള ബഹുമാനവും ഉണ്ടാകും. ഗുരുസ്നേഹവും ഉണ്ടാകും. ഇവയെല്ലാം ദൈവ സ്വഭാവത്തിന്റെ ചിഹ്നങ്ങളാണ്. ആത്മീയതയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ താല്പര്യപ്പെടുന്നവരാണിവർ. സേവന മനോഭാവം, ചഞ്ചലത എന്നിവയുണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് പരോപകാരം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും വളരെയധികം താല്പര്യമുണ്ട്. ആത്മീയതയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ താല്പര്യമുള്ളവരാണ്. സേവന മനോഭാവം ഉണ്ടാകും. അചഞ്ചലതയുണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് പരോപകാരം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും വളരെയധികം താല്പര്യമുണ്ടാകും. തങ്ങൾ സ്വീകരിച്ച ദൗത്യം സമ്പൂർണ്ണമായി നിർവഹിക്കാൻ ഇവർ സന്നദ്ധരായിരിക്കും. ഉജ്ജ്വലമായ വ്യക്തിത്വമുണ്ടാകും. പുഞ്ചിരിയോടെയും ഭദ്രതയോടെയും സംസാരിക്കുന്നവരാണ്. സംഘങ്ങളിൽ പെട്ടെന്ന് മിന്നുന്ന സ്വഭാവമുണ്ടാകും. ധീരതയും കർമ്മനിഷ്ഠതയും ചേർന്ന ജീവിതശൈലിയായിരിക്കും ഇവരുടേത്. ഇവർക്ക് അനുയോജ്യമായ മേഖലകൾ നിയന്ത്രണവും നേതൃത്വവും ആവശ്യമായ രംഗങ്ങളും സാമൂഹ്യ സേവനവും ആത്മീയതയുമായി ബന്ധപ്പെട്ട മേഖലകളും കലാരംഗങ്ങളുമെല്ലാമാണ്. ചോതി നക്ഷത്രം ജ്യോതിഷ ശാസ്ത്രത്തിൽ ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ ദേവത വായുവാണ്, അതായത് കാറ്റിന്റെ ദേവൻ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യവും ചലനാത്മകതയും ഈ നക്ഷത്രത്തിന്റെ മുഖ്യ സ്വഭാവങ്ങളാണ്. ദേവഗണത്തിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ദൈവികതയും മനസ്സിന്റെ ശുദ്ധിയും ഇവരിൽ കാണപ്പെടുന്നു. സ്വാതന്ത്ര്യബോധം ഇവർക്ക് അധികമായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് സ്വന്തം വഴിയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നേറാൻ ആഗ്രഹമുള്ളവരാണ്. കാറ്റുപോലെയുള്ള ഇവരുടെ സ്വഭാവം ഇതിനെ നിർണ്ണയിക്കുന്നു. സൗമ്യനും സൗഹാർദ്ദപരവുമായ സ്വഭാവമായിരിക്കും. ദേവഗണത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാർ മറ്റു വ്യക്തികളോടുള്ള സൗഹാർദ്ദപരമായ ശാന്തമായ സമീപനമുള്ളവരായി കാണപ്പെടുന്നു. പരിചയപ്പെടാൻ എളുപ്പമുള്ളവരും സമൂഹത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നവരുമായിരിക്കും. ആത്മീയതയിലേക്കുള്ള ആകർഷണമുണ്ടാകും. ദൈവവിശ്വാസം, ധ്യാനം, യോഗ എന്നിവയിൽ താല്പര്യമുണ്ടാകും. സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിൽ ആഴത്തിലുള്ള ആഗ്രഹമുണ്ടാകും. ചിന്താശക്തിയും ആന്തരിക ബലവും ഉണ്ടാകും. ചോതി നക്ഷത്രക്കാർക്ക് നിഗൂഢമായ ചിന്തകളും ആഴത്തിലുള്ള ചിന്താശേഷിയും ഉണ്ടാകും. വാക്കുകൾക്കും പ്രവൃത്തിക്കും തുല്യ പ്രാധാന്യം നൽകുന്നവരാണ്. വായുവിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമായതിനാൽ ഏത് സാഹചര്യത്തിനെയും ഇവർ സ്വീകരിക്കുന്നു. മാറ്റങ്ങൾ സ്വീകരിക്കാൻ ഉത്സുകരാണ്. ധാർമ്മികതയും സത്യനിഷ്ഠയും ഉണ്ടാകും. ദേവഗണത്തിൽപ്പെട്ടതായതിനാൽ സത്വപരമായ ഒരു ഉള്ളടക്കം ഇവരുടെ വ്യക്തിത്വത്തിൽ നിറഞ്ഞിരിക്കും. സാഹിത്യ ഭാഷാ മേഖലയും ആത്മീയ മേഖലകളും സാമൂഹ്യ പ്രവർത്തനവും ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ്. അനിഴം നക്ഷത്രവും ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രം വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്നു. അനിഴത്തിന്റെ ദേവത മിത്ര എന്ന ദൈവികത്വം നിറഞ്ഞ സഖ്യതയുടെ ദേവനാണ്. ദേവഗണത്തിൽപ്പെടുന്നതുകൊണ്ടും മിത്രദേവതയെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ടും അനിഴം നക്ഷത്രക്കാർക്ക് ദൈവികമായ സൗഹൃദ സ്വഭാവവും വിശ്വസ്തതയും ആത്മീയതയും ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാർ നല്ല സുഹൃത്തുക്കളായിരിക്കും. അവരുമായി ബന്ധപ്പെടുന്നത് വളരെ എളുപ്പമാണ്. ഇവരിൽ ദൃഢമായ വിശ്വാസ്യത കാണാം. മിത്രദേവതയുടെ സ്വഭാവം അനുസരിച്ച് ഇവരെ വിശ്വസിച്ചാൽ ഇവർ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് പറയുന്നു. ആത്മീയതയും ധാർമ്മികതയും ഉണ്ടാകും. ദൈവഗണത്തിൽപ്പെട്ടതിനാൽ ഇവർക്ക് ആത്മീയ വീക്ഷണവും ദൈവവിശ്വാസവും ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാർ ഇവരുടെ പ്രവൃത്തിയിൽ ആത്മീയതയും ധാർമ്മികതയും നിലനിർത്താൻ ശ്രമിക്കുന്നു. ശക്തമായ ഇച്ഛാശക്തിയും സഹനശേഷിയും ഉണ്ടാകും. ദൈവവിശ്വാസമുള്ള അനിഴം നക്ഷത്രക്കാർ തങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ പൂർത്തിയാകാതെ വിട്ടൊഴിയില്ല. ചിലപ്പോഴൊക്കെ ശാന്തനായി തോന്നിപ്പിച്ചാലും ഉള്ളിൽ ശക്തമായ ആത്മബലം ഇവർക്കുണ്ടാകും. ആത്മസംയമനമുള്ളവരാണ്. ദൈവികതയും ദൈർഘ്യമുള്ള ചിന്താഗതിയും സമീപനവും നിറഞ്ഞവരാണ്. തങ്ങളുടെ അനുഭവങ്ങൾ സ്വയം
സ്വയം അടുക്കുന്ന വിധത്തിൽ വിശകലനം ചെയ്ത് മുന്നേറുന്ന ജാതകരാണിവർ. അനുഭൂതിപൂർവ്വം സംസാരിക്കാൻ കഴിവുള്ളവരാണ്. മനസ്സിന്റെ ഭാവങ്ങൾ വാക്കുവഴി തീർച്ചയായും പ്രകടിപ്പിക്കുന്ന ആളുകളാണിവർ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആശ്വാസം നൽകാനും ഇവർ ഇഷ്ടപ്പെടുന്നു. ഇവർക്ക് അനുയോജ്യമായ മേഖലകൾ ആത്മീയതയും മനഃശാസ്ത്രവും നിറഞ്ഞ മേഖലകളാണ്. സേവനരംഗവും സാഹിത്യരംഗവും നേതൃത്വവും ഇവർക്ക് അനുയോജ്യമാണ്. തിരുവോണം നക്ഷത്രം ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ദേവഗണത്തിൽപ്പെടുന്നൊരു നക്ഷത്രമാണ്. ഇതൊരു ശക്തമായ ആത്മീയ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്രം ധാർമ്മികത, വിശ്വസ്തത, ആഴമുള്ള ചിന്താശേഷി, സേവന മനോഭാവം എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ആത്മീയതയും ഭക്തിയും ഇവർക്ക് ഉയർന്ന രീതിയിലുണ്ടാകും. വിഷ്ണു ദേവതയായതിനാൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ദൈവത്തോടുള്ള ആഴത്തുള്ള വിശ്വാസവും ഭക്തിയും ആത്മാന്വേഷണവും ഉണ്ടാകും. ഉപാസന, സത്യനിഷ്ഠത, അചഞ്ചലത എന്നിവയുണ്ടാകും. നിലനിൽക്കുന്ന നയം വളരെ ക്രമാശീലമുള്ള ജീവിതശൈലി പുലർത്തുന്നവരാണ്. സമയത്തെ വിലമതിക്കുകയും കടമകൾ എത്രമേൽ ഉറച്ചവയാണെങ്കിലും അവ നിർവഹിക്കുകയും ചെയ്യുന്നു. സേവന മനോഭാവം ഉണ്ടാകും. ദേവഗണത്തിന്റെ സ്വഭാവം കൊണ്ടും വിഷ്ണുവിന്റെ കരുണാഭാവം കൊണ്ടും ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കൂടിയിരിക്കും. ദയയും അർപ്പണബോധവും ഇവർക്കുണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ ഉന്നതികൾ, ജ്ഞാനാന്വേഷണം, പുസ്തകപ്രേമം, പഠനത്തിൽ ആഴം എന്നിവ തിരുവോണം നക്ഷത്ര ജാതരുടെ പ്രത്യേകതകളാണ്. ഗുരുത്വബോധമുള്ളവരും അധ്യാപന ശേഷിയുള്ള വ്യക്തികളുമായിരിക്കും. സാംസ്കാരിക ബോധവും നയതന്ത്രവും ഇവരുടെ പ്രത്യേകതകളാണ്. നല്ല ശീലങ്ങളും ശാന്തമായ സ്വഭാവവും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറാനുള്ള കഴിവും ഇവരുടെ ശക്തികളാണ്. ഇവർ സംസാരിക്കുന്ന വിധം, മറ്റുള്ളവരെ സമീപിക്കുന്ന രീതി എന്നിവ ആകർഷകമായിരിക്കും. സാമൂഹിക ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും. കൂട്ടായ്മകളിൽ ഉത്തരവാദിത്വപൂർണ്ണമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. നല്ല നേതാക്കന്മാരാകാൻ കഴിവുള്ളവരായിരിക്കും. ആത്മീയ മേഖല, വിദ്യാഭ്യാസ മേഖല, സേവന മേഖല എന്നിവ ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ്. രേവതി നക്ഷത്രം ജ്യോതിഷശാസ്ത്രത്തിൽ ദേവഗണത്തിൽപ്പെടുന്ന അവസാനത്തെ നക്ഷത്രമാണ്. ഇത് മീനരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രേവതിയുടെ ദേവത പുഷ്യനാണ്, ഒരു സംരക്ഷക ദൈവം. ശാന്തതയും കരുണയും നിറഞ്ഞ മനസ്സായിരിക്കും ഇവരുടേത്. ദേവഗണത്തിൽ പെട്ടതുകൊണ്ട് തന്നെ രേവതി നക്ഷത്ര ജാതർ സൗമ്യരും കരുണ നിറഞ്ഞവരും ആയിരിക്കും. മനുഷ്യ സ്നേഹവും സഹജീവികളോടുള്ള സ്നേഹവും ഇവരുടെ പ്രത്യേകതകളാണ്. സംരക്ഷണ നിലപാടുകൾ ഉണ്ടാകും. മറ്റാളുകൾക്ക് ഭദ്രതയും സുരക്ഷയും നൽകാൻ താല്പര്യപ്പെടുന്നു. കൂട്ടായ്മകളിൽ നിന്നും തനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് നൽകണമെന്ന ചിന്തകൾ ഉണ്ടാകും. ആത്മീയതയും ദൈവവിശ്വാസവും ഇവർക്ക് അധികമായിരിക്കും. ദേവഗണത്തിലെ നക്ഷത്രമായതിനാൽ തന്നെ ദൈവത്തോടുള്ള ഭക്തിയിലും ആത്മീയതയിലും ഇവർക്ക് ആഴമായ സ്വാധീനമുണ്ടായിരിക്കും. യോഗ, ധ്യാനം, ചിന്തനം എന്നിവയിൽ താല്പര്യമുണ്ടായിരിക്കും. കലാസ്വഭാവവും സൗന്ദര്യബോധവും ഉണ്ടാകും. സംഗീതം, കല, സാഹിത്യം, ചിത്രരചന എന്നിവയോട് ആകർഷണമുണ്ടായിരിക്കും. നിഷ്കളങ്കമായ അതിവ്യക്തമല്ലാത്ത ഒരു ഉൾക്കൊണ്ട് തങ്ങളുടെ സൃഷ്ടികൾ വഴി സംസാരിക്കുന്നവരാണ്. ദയയും ഹൃദയത്വവും ഉണ്ടാകും. രേവതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായിരിക്കും. അതിനായുള്ള പ്രവർത്തനക്ഷമതയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിൽ വളരെ നല്ല കഴിവും ഇവർക്കുണ്ടായിരിക്കും. നിശ്ചലമായ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. പുറമേ നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകാത്ത ശക്തമായ ഒരു ആത്മവിശ്വാസം രഹസ്യമായി ഉള്ളിലുള്ളവരായിരിക്കും ഇവർ. ചിലപ്പോഴിവർ ശാന്തരായിരിക്കും, പക്ഷേ അനന്തരത്തിൽ ഇവരുടെ ആഴം കൂടുതൽ വ്യക്തമാകും. ഇവർക്ക് അനുയോജ്യമായ മേഖലകൾ സേവന മേഖല, ആത്മീയ മേഖല, കലാരംഗം എന്നിവയാണ്. ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എപ്പോഴും ദൈവികതയുടെയും കരുണയുടെയും ആത്മീയതയുടെയും പ്രതീകങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിലെ ജാതകർക്ക് ഒരുപാട് ആത്മീയ വളർച്ചയും മാനുഷികതയും നിറഞ്ഞ ജീവിത ദർശനം കാണാനാകും. ഇവർ ശാന്ത സ്വഭാവവും സേവാ മനോഭാവവും ഉള്ളവരായിരിക്കും. സമൂഹത്തിലെ മറ്റാളുകൾക്കായി നിറവേറ്റുന്ന സംഭാവനകൾ എന്നും ശ്രദ്ധേയമായിരിക്കും. ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധമുള്ളവരായിരിക്കും. ധാർമ്മികതയോടുള്ള ബദ്ധതയും ഉണ്ടാകും. മറ്റുള്ളവരുടെ തലയണയാകാനുള്ള മനസ്സുറപ്പ് എന്നിവയാണ് ഇവരുടെ ജീവിതത്തിന്റെ ശീർഷഭാഗം.